Good morning. So when I woke up, I just thought I'll do day in my life. നാട്ടിലാണ് അപ്പം നാട്ടിലെ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം സമയം 9:30 ഒക്കെ കഴിഞ്ഞു തോന്നുന്നുണ്ട്. ഞാൻ യൂഷ്വലി 12 മണിക്ക് എടുക്കാറ്. ഇന്നിവിടെ പട്ടി കുറച്ചിട്ട് ഉറക്കം ഡിസ്റ്റർബ്ഡായി. സോ ഞാൻ അമ്മയുടെ കൂടെ ഇന്നലെ കിടന്നത്. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും അമ്മയുടെ കൂടെ കിടക്കാറ് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഡേ. ബെഡ്റൂമിൽ നിന്ന് എനിക്ക് വന്നിട്ട് സോഫയിൽ ഇങ്ങനെ കുറച്ച് നേരം കിടക്കുവാട്. ആ ഉറക്കം അങ്ങോട്ടേക്ക് മാറിയിട്ടില്ല. അപ്പോൾ ആ ഉറക്കം മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കുവാണ്. പ്ലസ് എൻ്റെ ഫോണിൽ ചാർജില്ല. കിടക്കുമ്പോൾ തോണ്ടി കിടന്നിട്ട് ചാർജൊക്കെ പോയി. സോ ചാർജിലിടണം. പിന്നെ അപ്പോൾ ഞാൻ പോയി പല്ലിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വരുമ്പോഴേക്കും ഫോൺ ചാർജ് ആവും. അപ്പോൾ ബാക്കിയുള്ളത് കാണിച്ചു തരാം. ഞാൻ പല്ലേക്കാൻ പോയപ്പോൾ കണ്ട കാഴ്ച, എൻ്റെ പണിയെടുക്കാത്ത ചേട്ടൻ ഈ അമ്മേനെ ഗാർഡനിങ്ങിന് സഹായിക്കുന്നു. എൻ്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാനായില്ല ഗൈസ്. സോ എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആയി നാട്ടിൽ വന്നിട്ട്. മുടിയുടെ ടെക്സ്ചർ തന്നെ മാറിപ്പോയി. സോ ഓപ്ഷനൊന്നും ഇല്ല ഗൈസ്, ഇങ്ങനെ കെട്ടി വെക്കല്ലാതെ. ഇനി തിരിച്ച് വന്നിട്ട് വേണം എനിക്കൊന്ന് ഹെയർ കെയർ ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പം ജസ്റ്റ് ടേക്കിങ് നമ്മൾ എണ്ണ ഇട്ടിട്ട് കുളിക്കാൻ പോവാ തന്നെ. മുടിയുടെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്. It looks nice, right? ഇവിടെ വെച്ചിട്ട് മുടി വെട്ടിയാലോ അമ്മ? ഇവിടെ വെച്ചിട്ട് വെട്ടിക്കളയാനാണ് അമ്മയുടെ സജഷൻ ഗൈസ്. അപ്പോൾ നമ്മൾ എണ്ണിട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി സാധാരണ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു വാഴയാണ്. പൊതുവേ പണികൾ എടുക്കാറില്ല. ഞാൻ ആകെ വീട്ടിലെടുക്കുന്ന പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചു വാരുക, തുടയ്ക്കുക, മുറ്റടിക്കുക, അത്രയേ ഉള്ളൂ. എൻ്റെ ഫോൺ നിലത്ത് വീണ സൗണ്ടാണ് നിങ്ങൾ കേട്ടത്. ഒന്നും പറ്റിയില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഞങ്ങൾ രസിക്കണേ. ഇപ്പോൾ നമ്മുടെ പോപ്പക്കുട്ടി അമ്മ അവിടെ ചോറെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോറ് കഴിക്കാൻ പോവാം. കാരണം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂർ ഇരിക്കണം. അത്ര നേരം എനിക്ക് വിശന്നിരിക്കാൻ പറ്റില്ല. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. നോട്ട് പോയിന്റ്. പിന്നെ അങ്ങോട്ട് കാണുമ്പോൾ എനിക്ക് അങ്ങോട്ട് കടിച്ച് തിന്നാൻ പൊന്നുവാ. ഓക്കെ വരുന്നു. ബ്രേക്ക്. ഫുഡ് കഴിച്ചിട്ട് വരാം. ഞാൻ ചോറ് കഴിക്കാൻ പോകണം. സാധാരണ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കിണറിലെ വെള്ളം കുടിക്കലില്ല. കാരണം എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. പിന്നെ ഇവിടെ വാട്ടർ പ്യൂരിഫയർ ഇല്ല ആസ് ഇഫ് നൗ. സോ ഞാൻ ഇഞ്ചി വെള്ളമാണ് കുടിക്കുന്നത്. എങ്കിലും ഒന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓടി വരും. കാണണോ? ഇപ്പോൾ അവിടെ പോയി ഇരിക്കും കേട്ടോ. ഇനി ഞാനെങ്ങാനും അടുക്കളയ്ക്ക് എന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ വരും. തന്നെ ഇവളിരിക്കില്ല. നോക്കിക്കോട്ടെ. അമ്മയുടെ ശുണ്ടിരി എവിടെയടി? അമ്മേനെ കടിച്ചാ പോവാനോടി നീ? അമ്മയുടെ ശുണ്ടിരി. ബാ നമുക്ക് പോവാ. വാടി പെണ്ണെ നമുക്ക് പോവാടി പെണ്ണെ. നിനക്ക് നിന്റെ വായ എന്നെ കടിക്കണോടി. നിന്റെ പല്ലിന് മൂർച്ച കൂട്ടുന്നത് എന്നെ കടിച്ചിട്ട് വേണോടി നിനക്ക് പല്ലിന് മൂർച്ച കൂട്ടാനായിട്ട്. നിന്റെ വായ
ഒരു നാണവും ഇല്ലാത്ത പപ്പിക്കുട്ടി, ഒരു നാണവും ഇല്ല എൻ്റെ മോക്ക്. കരകി. അപ്പം നമ്മുടെ ചോറ് തീറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. ചോറ് തീറ്റ കഴിഞ്ഞിട്ട് അപ്പം തന്നെ എണീക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മളൊരു 10-15 മിനിറ്റ്സ് റെസ്റ്റ് എടുത്തിട്ട് ഇവിടെ അടിച്ചു വാരി തുടയ്ക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് നീരാടുവാൻ, വെള്ളത്തിൽ നീരാടുവാൻ. നീ എന്തിനാ എൻ്റെ അമ്മയുടെ കൂടെ കിടക്കണേ? നിന്റെ അമ്മ ആരാ? സോ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമിൽ വന്നു. ഇനി ഇതാണ് എൻ്റെ റൂം. നാട്ടിൽ വന്ന് പിന്നെ ഭയങ്കര മടിയാ. അപ്പം ഇനിയിപ്പോൾ കുളിച്ച് റെഡി ആവാം. ഓക്കെ, സോ ഐ വിൽ ഗെറ്റ് റെഡി. അമ്മയുടെ റൂം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ സാധനങ്ങളും ഹിയർ ഇൻ അമ്മയുടെ റൂം. സോ എനിക്ക് വീട്ടിൽ ഒരു റൂം ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അമ്മക്ക റൂമേ ഹേ ആണു ഹേ ഹൂഹ. സോ നമ്മളിപ്പോൾ റെഡി ആവുന്നത് സ്കിൻ ഡോക്ടർ അടുത്ത് പോകാൻ വേണ്ടിയിട്ടാട്ടോ. എനിക്ക് വെയിൽ തട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ സ്കിന്നിൻ്റെ റാഷസ് വരും. അതെൻ്റെ ഒരു കണ്ടീഷനാണ്. സോ ഈ ഔട്ട്ഫിറ്റ് നമ്മുടെ ദുബായിലുള്ള ഷോപ്പ് ചെയ്യുക കേട്ടോ. ഫനയിലാണ്. കുറേ കളേഴ്സ് അവൈലബിൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാക്കിയുണ്ടോയെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ വെക്കേഷന് വരുന്നേക്കാളും മുൻപ് അവിടെ നിന്ന് എടുത്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട് സെറ്റാണ്. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. മുടി കുറച്ചും കൂടെ ഉണങ്ങാനുണ്ട്. അത് തന്നെ ഉണക്കോളൂ. ഞാൻ നാട്ടിലുള്ള പൊതുവെ ഡ്രയർ യൂസ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. ഫാൻ്റെ അടിയിലിട്ടിട്ട് തന്നെയാണ് കേട്ടോ ഉണക്കാറ്. സോ ഞങ്ങൾ പോയത് മാക്കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലിനിക്കൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടറൊക്കെ കണ്ട് മെഡിസിനൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ തന്നെ അടുത്തുള്ളൊരു ചായ സ്നാക്സിൻ്റെ അവിടെ പോയിട്ട് ചായയും പിന്നെ മുട്ട ബജ്ജിയും മുളക് ബജ്ജിയും ഒക്കെ കഴിച്ചു. ഞാൻ പള്ളിയിൽ പോകുന്ന എൻ്റെ ഇടവക പള്ളി ഇതാണ് കേട്ടോ. അടുത്തടുത്ത് പള്ളിയാണ് എൻ്റെ ഇടവക. അതിനടുത്തുള്ളൊരു കോൺവെൻറ്റിൽ തന്നെയാണ് ഞാൻ 10th വരെ പഠിച്ചതും. പക്ഷെ എനിക്ക് ആ സ്കൂൾ അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇതാണ് ആ സ്കൂൾ, അടുത്തടുത്ത് കോൺവെൻറ്റ്. വീട്ടിലെത്തി അമ്മയുടെയും പട്ടിയുടെയൊക്കെ കൂടെ കുറച്ച് നേരം സീരിയൽ കണ്ടു. അമ്മ സീരിയൽ കണ്ടപ്പോഴേക്കും കിടന്നുറങ്ങിയിട്ട് പട്ടിക്കുട്ടിയും കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അമ്പ് ഉണ്ടായിരുന്നു. കാട്ടൂർ പള്ളിയിലെ അമ്പ് പെരുന്നാളായിരുന്നു. അപ്പം ഞങ്ങൾ നെയ്ബേഴ്സിൻ്റെ കൂടെ ഞാനും അവരും കൂട്ടിയിട്ട് കുറച്ച് നേരം അമ്പ് കാണാനായിട്ട് പോയി. പിള്ളേർ ഫുൾ വൈബായിരുന്നു കേട്ടോ. അടിപൊളി. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 12 o'clock ആയിട്ടുണ്ടായിരുന്നു കേട്ടോ.